ഗുഡ് മോർണിംഗ്. നമ്മുടെ ചാപ്റ്റർ 5ന്റെ 23ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷന് ആണ് തുടങ്ങി വെച്ചത്. ഒരു എക്സാമ്പിൾ ആയിരുന്നു ചെയ്തിരുന്നത്. അതിലെ കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഈ ക്ലാസ്സിൽ. ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. കുറച്ച് പ്രോബ്ലംസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കുറച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് dy by dx എന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തത് x മൈനസ് y is equal to പൈ. പൈ നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് dy by dx ആണ് വേണ്ടത്. അപ്പൊ ഇത് നമ്മൾ y ഈക്വൽ ടു എക്സിലേക്കൊന്നും എഴുതാതെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് ആദ്യത്തെ ടേം എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. റൈറ്റ് ഹാൻഡ് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അത് മറന്നു പോകരുത് കേട്ടോ. അവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് പൈ. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് നിങ്ങൾക്കറിയാം. എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ആണ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി വലത് ഭാഗത്ത് പൈന്റെ ഡെറിവേറ്റീവ്. പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലടാ. കോൺസ്റ്റന്റ് ഒറ്റക്കാകുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് യെസ് 0. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 1 ഇവിടെ വെച്ച് ഡി വൈ ബൈ ഡി എക്സ് അങ്ങോട്ട് ഇട്ടാൽ 1 is equal to ഡി വൈ ബൈ ഡി എക്സ് അഥവാ dy by dx is equal to 1. That is the answer. ഇനി ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേഷൻ തുടങ്ങുന്നതിന് മുമ്പ് y-നെ എക്സിലേക്ക് എഴുതിയതിനു ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്താലും മതി. അത് ഞാനൊന്ന് കാണിക്കാം. ഓർ x minus y is equal to pi. That is x minus pi is equal to y. അഥവാ y is equal to x minus pi. Therefore, dy by dx equal to d by dx of x minus pi. x നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, pi ന്റേത് 0. 1 minus 0 is equal to 1. y നെ എക്സ്പ്ലിസിറ്റ് ആക്കി x ന്റെ ടേംസിലേക്ക് എഴുതിയതിനു ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ അതൊന്നും നോക്കാതെ നേരെ അങ്ങ് ഡിഫറൻഷിയേഷൻ ചെയ്തു. ഒരേ ആൻസറാണ് കിട്ടിയത്. എന്നാൽ എല്ലാ കേസിലും നിങ്ങൾക്ക് നമ്മൾ രണ്ടാമത് ചെയ്ത പോലെ y-നെ എക്സിലേക്ക് എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ കേസിലൊക്കെ നമ്മൾ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞിട്ട് ഈ ജാതി ഇക്വേഷൻ തന്നാൽ എക്സും വൈ അല്ലാത്ത ലെറ്റർ ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. സോ ഹിയർ ആർ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ആർ സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്. നമ്മൾ വൈനെ എഴുതാനൊന്നും പോകണ്ട. ഇവിടെ ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതുക. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡില് ഡി ബൈ ഡി എക്സ് ഓഫ് ആർ സ്ക്വയർ. ചില ആളുകൾ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിട്ടു, ആർ സ്ക്വയർ തന്നെ എഴുതും. അത് തെറ്റാണ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 2x പ്ലസ് ഇവിടെയാണ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ. വൈ സ്ക്വയർ എന്ന വേരിയബിളിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ വൈ സ്ക്വയറിന് ആദ്യം വൈ കൊണ്ട് ചെയ്യും. 2y കഴിഞ്ഞില്ല ഇൻറ്റു വൈനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ്. അതെന്താ ഇവിടെ ഇല്ലാത്ത? ഇവിടെ എക്സ് സ്ക്വയറിന് എക്സ് കൊണ്ടാ ചെയ്യുന്നത്. അപ്പൊ 2x ഇൻറ്റു നിങ്ങൾ എഴുതുകയാണെങ്കിൽ 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് അറിയാം. അത് 1 ആണ്. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത. ഇവിടെ വൈ സ്ക്വയറിനെയാണ് എക്സ് കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ 2y പോരാ, 2y ഇൻറ്റു പിന്നെ വൈനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് വേണ്ടത് 2y dy by dx
is equal to 2x right side പോയാൽ minus 2x. Therefore, dy by dx is equal to minus 2x divided by 2y. 2y divided ചെയ്തു. That's equal to last answer minus x by y. അവിടെ വെച്ചാൽ മതി. dy by dx equal to minus x by y. ഇനി നമുക്ക് തേർഡ് പ്രോബ്ലം. തേർഡ് പ്രോബ്ലത്തിൽ തന്ന ഇക്വേഷൻ x raised to 2 by 3 plus y raised to 2 by 3 is equal to a raised to 2 by 3. dy by dx വേണം. ഇവിടെ നമ്മൾ y നെ x ലേക്കൊക്കെ എഴുതാൻ പോയാൽ കുറെ സമയം എടുക്കും. അതിനൊന്നും ആവശ്യമില്ല. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ആദ്യം d by dx of x raised to 2 by 3 plus d by dx of y raised to 2 by 3. Right hand side d by dx of a raised to 2 by 3. ഇനി എന്ന് പറഞ്ഞേ, that is d by dx of x raised to 2 by 3. x raised to n. n ന് പകരം 2 by 3. അപ്പൊ n into x raised to n minus 1. 2 by 3 into x raised to 2 by 3 minus 1 plus ഇവിടെ 2 by 3 into y raised to 2 by 3 minus 1 പോരാ. അതെന്താണ്? ഇവിടെ y raised to 2 by 3 ന് എന്തുകൊണ്ട് ചെയ്യണേ? x കൊണ്ട്. അപ്പൊ നേരത്തെ പോലെ തന്നെ into dy by dx. ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ a raised to 2 by 3 എത്ര ആയിക്കോട്ടെ, അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 0. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 2 by 3 into ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ? 0 ആണ്. അപ്പൊ മൊത്തം ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും 2 by 3 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 2 by 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 by 3 ക്യാൻസൽ ആവും. ഇവിടെ 2 by 3 ക്യാൻസൽ ആവും. 0 നെ 2 by 3 ഡിവൈഡ് ചെയ്താൽ 0 തന്നെ. ദാറ്റ് ഈസ് x raised to 2 by 3 minus 1, 2 minus 3 minus 1 by 3 plus y raised to ഇവിടെ minus 1 by 3 into dy by dx equal to ഇവിടെ 0 നെ 2 by 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെ. That is y raised to minus 1 by 3 dy by dx ഇവിടെ വെച്ചിട്ട് ഈ ടേമിനെ അങ്ങോട്ട് മാറ്റാം. അപ്പൊ 0 minus x raised to minus 1 by 3. അപ്പൊ minus x raised to minus 1 by 3. Minus x raised to minus 1 by 3. Therefore, from which we are getting dy by dx equal to minus x raised to minus 1 by 3 divided by y raised to minus 1 by 3. ഇത് വേണമെങ്കിൽ മൈനസ് ഇവിടെ തൊട്ട് ഈ y raised to minus 1 by 3 മേലോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് ആവും. ഈ x raised to minus 1 by 3 താഴെ എഴുതിയാൽ അത് പ്ലസ് ആവും. അപ്പൊ മൈനസ് ഓഫ് y raised to 1 by 3 divided by വെച്ചാൽ മതി. y raised to 1 by 3 divided by x raised to 1 by 3 ഈ നെഗറ്റീവ് ഉണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നാലാമത്തെ dy by dx കാണാൻ വേണ്ടി തന്ന ഇക്വേഷന് y plus sin y is equal to cos x. y plus sin y is equal to cos x. നമുക്ക് y നെ x ന്റെ ടേംസിലേക്കൊന്നും അത്ര ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല. അത് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ മോഡലാണ്. അതുകൊണ്ട് dy by dx കാണാൻ ഉടനെ നമ്മള് രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ഇവിടെ y നെ ചെയ്യുമ്പോൾ dy by dx പ്ലസ് sin y നെ x കൊണ്ട് ചെയ്യാണ് d by dx of sin y. ഇപ്പുറത്ത് d by dx of cos x. That is dy by dx plus എന്തെന്ന് പറഞ്ഞേ d by dx of sin y. sin y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ sin y നെ y കൊണ്ട് ചെയ്യാം. sin y നെ y കൊണ്ട് ചെയ്താൽ cos y into y നെ x കൊണ്ട് ചെയ്യുമ്പോൾ dy by dx is equal to ഇവിടെ cos x നെ x കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് മൈനസ് sin x. നമുക്ക് എന്താ വേണ്ടത്? വേണ്ടത് dy by dx ആണ്. dy by dx ഉള്ള ഒരു ടേം ഇവിടെ ഉണ്ട്, ഒരു ടേം ഇപ്പുറത്തുണ്ട്. രണ്ട് ടേമിൽ dy by dx ഉണ്ട്. അപ്പൊ നിങ്ങൾ dy by dx നെ കോമൺ ഫാക്ടർ പുറത്തേക്ക് ചാടിപ്പിക്കാം. അപ്പൊ dy by dx all into ഇവിടെ 1 plus cos y is equal to അപ്പുറത്ത് minus sin x. Therefore, what is dy by dx? dy by dx equal to minus sin x divided by 1 plus cos y. That is answer. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 2x plus 3y is equal to sin x ആണ്. അത് കുറച്ച് എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത് ഹോംവർക്ക് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണം അതേപോലെ 2x plus 3y is equal to sin y. ഈ രണ്ടെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. സിമ്പിൾ ആണ്.
ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏഴാമത്തെ ചോദ്യമാണ്. 5, 6 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഏഴാമത്തത് ax പ്ലസ് by സ്ക്വയർ ഇസ് ഈക്വൽ ടു cos y. നമുക്ക് എന്താ വേണ്ടത്? dy by dx. Differentiating with respect to x, d by dx of ax plus d by dx of by square is equal to right hand side d by dx of cos y. Okay. പറഞ്ഞോക്കെ എയും ബി ഒക്കെ കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ ഈ എ അങ്ങോട്ട് പുറത്തു വരും. എ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എക്സ് ഓൺ ചെയ്യുമ്പോൾ 1 പ്ലസ് ബി കോൺസ്റ്റന്റ് ഇൻറ്റു വൈ സ്ക്വയറിന് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ 2y dy by dx. ക്ലിയർ അല്ലേ? 2y into dy by dx is equal to ഇവിടെ cos y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. cos y നെ x കൊണ്ട് ചെയ്യണമെങ്കിൽ cos y നെ ആദ്യം y കൊണ്ട് ചെയ്യുക, മൈനസ് സൈൻ y into y നെ x കൊണ്ട് ചെയ്യുമ്പോൾ dy by dx. That is a plus 2y dy by dx is equal to minus sin y dy by dx. നമുക്ക് എന്താ വേണ്ടത്? dy by dx. അപ്പൊ dy by dx ന്റെ രണ്ട് ടേം ഉണ്ട്. ഇവിടെ ഒരു 2y dy by dx ഉണ്ട്, ഇവിടെ ഒരു മൈനസ് sin y dy by dx ഉണ്ട്. ആ dy by dx ഉള്ള രണ്ട് ടേം ഒരു ഭാഗത്തേക്കും അതില്ലാത്ത ടേം മറുഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇവിടെ 2y dy by dx ഇവിടെ നിൽക്കട്ടെ. ഈ മൈനസ് ടേം ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് sin y dy by dx ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇവിടെ ഉള്ള പ്ലസ് എ റൈറ്റിലേക്ക് പോകുമ്പോ മൈനസ്. ഇതൊന്ന് dy by dx നെ പുറത്തേക്ക് എടുത്താൽ dy by dx all into inside the bracket there will be 2y plus sin y is equal to minus a. Therefore dy by dx is equal to minus a divided by 2y plus sin y. That is the answer. ഇനി എട്ടാമത്തെ ചോദ്യം. 8th one. തന്ന ഇക്വേഷൻ xy x into y plus y square is equal to tan x plus y. നമുക്ക് വേണ്ടത് dy by dx ആണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. ഇതിന് രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റിംഗ് with respect to the variable x. അപ്പൊ d by dx of xy plus d by dx of y square equal to right hand side രണ്ട് ടേം ഉണ്ട്. അപ്പൊ രണ്ട് ടേം ആയി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. d by dx of tan x plus d by dx of y. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കണേ, ഫസ്റ്റ് ടേം നോക്കട. d by dx of x into y. x വേരിയബിൾ ആണ്, y വേരിയബിൾ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം, നിർബന്ധമാണ്. അപ്പൊ x into d by dx of y plus y into d by dx of x. ഫസ്റ്റ് into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ എക്സും സെക്കൻഡ് ആയിട്ട് വൈയും പ്ലസ്. ഇവിടെ പറയും, നമ്മൾ പറഞ്ഞില്ലേ വൈ സ്ക്വയറിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യെസ്, വൈ സ്ക്വയറിനെ വൈ കൊണ്ട് ചെയ്യുമ്പോൾ 2y into y നെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ dy by dx. ഇവിടെ ഈക്വൽ ടു ടാൻ എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സി സ്ക്വയർ എക്സ് പ്ലസ് ഇതൊന്നും ചെയ്യാനില്ല dy by dx തന്നെ എഴുതാം. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് dy by dx ആ വേണ്ടത്. അപ്പോ ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് എഴുതാം. എക്സ് into dy by dx ഈ ടേം കൂടെ നിൽക്കട്ടെ. ഇത് y into d by dx of x 1 ആവും plus 2y dy by dx equal to sec square x plus dy by dx. ഇനി എവിടെയൊക്കെ dy by dx ഉണ്ട് നോക്കിയേ. ഇവിടെ ഒരു x into dy by dx ഉണ്ട്, ഇവിടെ ഒരു 2y into dy by dx ഉണ്ട്, ഇവിടെ 1 dy by dx ഉണ്ട്. dy by dx ഉള്ള എല്ലാ ടേമും ഒരു ഭാഗത്ത് എടുക്കുക. അപ്പൊ x dy by dx ഇവിടെ നിൽക്കട്ടെ പ്ലസ് 2y dy by dx ഇവിടെ ഉണ്ട്, ഈ രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് dy by dx ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ്
dy by dx ആയി ഈക്വൽ ടു ഇവിടെ ഉണ്ടായിരുന്നത് sec square x ആണ്. ഇനി എന്താ ഉള്ളത്? ഇവിടെ ഒരു y/1 അഥവാ y ഉണ്ടായിരുന്നു. ഈ പ്ലസ് y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് y. അപ്പൊ ഈ മൂന്ന് ടേം ഒന്ന് dy by dx ന് കോമൺ ഫാക്ടർ എടുത്താല് dy by dx all into x plus 2y minus 1. ഓക്കെ, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് sec square x and minus y. Therefore, what is dy by dx? Last step ആണ് dy by dx equal to sec square x minus y all divided by ഈ ബ്രാക്കറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ x plus 2y minus 1. That is answer dy by dx. Okay. ഇനി നമുക്ക് അടുത്ത ചോദ്യം 9th one ആണ്. 9th one നിങ്ങൾ ഇതേപോലെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. നോക്കൂ, x square plus xy plus y square equal to 100. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x, x സ്ക്വയറിന് x കൊണ്ട് ചെയ്യാം. ഇവിടെ നേരത്തെ പോലെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. y സ്ക്വയറിന് x കൊണ്ട് ചെയ്യുമ്പോൾ 2y dy by dx ഒക്കെ ഉണ്ടാവും. 100 ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആവും. dy by dx ഉള്ള ടേം ഇതേപോലെ ഒരു ഭാഗത്ത് വെക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. ഇതില്ല. അപ്പൊ ഈ 9th one ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ചോദ്യം 10ാമത്തതാണ്. 10ാമത്തത് x cube plus x square into y plus x into y square plus y cube is equal to 81. ഇതൊന്നും നമുക്ക് dy by dx കിട്ടണം. ഇതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ എന്താ വരിക? d by dx of x cube plus അടുത്ത ടേം d by dx of x square into y plus d by dx of x into y square plus d by dx of y cube is equal to right hand side d by dx of 81. പറഞ്ഞോക്കെ, x ക്യൂബിനെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. x raised to n ഫോർമുല പ്രകാരം n into x raised to n minus 1, അപ്പൊ 3 into x raised to 2 പ്ലസ് ഇവിടെ ശ്രദ്ധിക്കണം x സ്ക്വയർ ഇൻറ്റു y നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രൊഡക്റ്റാ, വേരിയബിൾസിന്റെ പ്രൊഡക്റ്റാ. അപ്പൊ പ്രൊഡക്റ്റ് റൂൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പൊ x സ്ക്വയർ ആദ്യത്തെ ഫംഗ്ഷൻ x സ്ക്വയർ ഇൻറ്റു d by dx of y അഥവാ dy by dx പ്ലസ് y ഇൻറ്റു d by dx of x സ്ക്വയർ. ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഇവിടെ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് റൂള് x ഫസ്റ്റ് y സ്ക്വയർ സെക്കൻഡ് x ഇൻറ്റു d by dx ഓഫ് y സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇൻറ്റു d by dx ഓഫ് x ഫസ്റ്റ് x സെക്കൻഡ് y സ്ക്വയർ പ്ലസ് ഇനി ഇവിടെ y ക്യൂബിന് x കൊണ്ട് ചെയ്യുമ്പോൾ y ക്യൂബിന് ആദ്യം y കൊണ്ട് ചെയ്യുക 3y സ്ക്വയർ ഇൻറ്റു dy by dx is equal to 81 is a constant. 81 is a constant. Its derivative is 0. That is 3x square plus x square into dy by dx plus y into x square x കൊണ്ട് ചെയ്താൽ 2x plus x into y square x കൊണ്ട് ചെയ്താൽ 2y dy by dx plus y square into x ന് x കൊണ്ട് ചെയ്താൽ 1 plus 3y square into dy by dx is equal to 0. ഇനി നമുക്ക് dy by dx ആണ് വേണ്ടത്. അപ്പൊ dy by dx ഉള്ള ടേം ഒക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതില്ലാത്ത ടേം ഒക്കെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താല് that is നോക്കൂ, ഇവിടെ ഒരു x square dy by dx, ഇവിടെ ഒരു 2xy dy by dx, ഇവിടെ ഒരു 3y square dy by dx. അപ്പോ x സ്ക്വയർ dy by dx ഒരു ടേം ഇത് പ്ലസ് 2xy dy by dx ഈ ടേം പ്ലസ് 3y സ്ക്വയർ dy by dx 3y സ്ക്വയർ ഇൻറ്റു dy by dx. ആ മൂന്ന് ടേം നമ്മൾ വെച്ചു. ഇനിയുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റാണേ. ഈ 3x സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോ അവിടെ 0 ആണ് ഉള്ളത്. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ -3x സ്ക്വയർ. പിന്നെ ഇവിടെ y into 2x ഉള്ള ഒരു ടേം ഉണ്ട്. y into 2x
2xy ആ, അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2xy ആവും. പിന്നെ ഇവിടെ ഒരു y സ്ക്വയർ ഇൻറ്റു 1 ഉണ്ട്, y സ്ക്വയർ, അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് y സ്ക്വയർ ആവും. ദാറ്റ് ഈസ് ഈ മൂന്ന് ടേമിന് dy by dx പുറത്തേക്ക് എടുക്കൂ. dy by dx ഓൾ ഇൻറ്റു ഇവിടെ എന്തുണ്ടാവും, x സ്ക്വയർ പ്ലസ് ഇവിടെ 2xy പ്ലസ് 3y സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ വേണമെങ്കിൽ ഈ മൂന്ന് ടേമും മൈനസ് ആയതുകൊണ്ട് മൈനസിന് വേണേ പുറത്തേക്ക് വെച്ച് എഴുതാം. അങ്ങനെ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ ആൻസർ. മൈനസ് ഓഫ് 3x സ്ക്വയർ, മൈനസ് പുറത്തേക്ക് ഇവിടെ പ്ലസ് ആവും, 2xy, ഇവിടുന്ന് മൈനസ് പോയാൽ അവിടെ പ്ലസ് y സ്ക്വയർ. Therefore, ലാസ്റ്റ് സ്റ്റെപ്പ് dy by dx is equal to minus of 3x square plus 2xy plus y square. Minus of in ഉള്ളില് 3x square plus 2xy plus y square divided by, ഈ ബ്രാക്കറ്റ് അങ്ങ് ഡിവൈഡ് by x square plus 2xy plus 3y square. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 11 തന്നിരിക്കുന്ന ഇക്വേഷൻ sin square y plus cos of xy is equal to k. sin square y plus cos of xy is equal to k. ഇവിടെ k എത്രയായാലും കോൺസ്റ്റന്റ് ആണ്. നമുക്ക് dy by dx ആണ് വേണ്ടത്, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ആദ്യത്തെ ടേം dy by dx ഓഫ് sin square y plus dy by dx of cos of xy is equal to right hand side dy by dx of k. ശ്രദ്ധിച്ച് പറഞ്ഞേ, that is sin square y നെ ഹലോ x കൊണ്ടാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ സ്ക്വയറിനെ ചെയ്യുമ്പോൾ 2 into sin y കഴിഞ്ഞില്ല. ഇനി sin y നെ ചെയ്യുമ്പോൾ cos y into dy by dx. എന്തിനാ into ഒരു dy by dx? Because the differentiation is with respect to x. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഈ സ്ക്വയറിനെ ചെയ്യണം. സ്ക്വയറിൻ്റെത് 2 into sin y, പിന്നെ sin y ൻ്റെത് cos y into y ൻ്റെത് dy by dx. അപ്പോഴാണ് കംപ്ലീറ്റ് ആവുക. പ്ലസ് ഇവിടെ കോസിനകത്താണ് x into y, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ആദ്യം കോസിനെ ചെയ്യാം. കോസിൻ്റെത് മൈനസ് സൈൻ ഓഫ് ആ ബ്രാക്കറ്റ് എന്താണെന്ന് ചെയ്താൽ ഇപ്പൊ ഈ കോസിന്റെ ഡെറിവേറ്റീവ് ആയി. ഇനി നമ്മൾ ആരെ ചെയ്യണം? എക്സ് വൈൻ്റെത് ചെയ്യണം. അത് പ്രൊഡക്റ്റോട് ഉപയോഗിക്കണം. അപ്പൊ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ എഴുതാം, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ. ആദ്യം കോസിൻ്റെത് മൈനസ് സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈൻ്റെത് വേറെ എഴുതാൻ കാരണം അത് പ്രൊഡക്റ്റോട് അപ്ലൈ ചെയ്യണം. അപ്പുറത്ത് അങ്ങനെയൊന്നും പണിയില്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ദാറ്റ് ഈസ് ഇതൊന്ന് വായിച്ചടാ, 2 sin y cos y. 2 sin theta cos theta പറഞ്ഞാല് സൈൻ ഓഫ് 2 theta ആണ്. അപ്പൊ 2 sin y cos y പറഞ്ഞാല് സൈൻ ഓഫ് 2y into dy by dx. ഇതിവിടെ മൈനസ് ആവും, മൈനസ് സൈൻ ഓഫ് എക്സ് വൈ ഓൾ ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ എക്സ് ഇൻറ്റു d by dx of y plus y into d by dx of x is equal to 0. That is sin 2y into dy by dx minus sin of xy into x into dy by dx x into dy by dx plus y into d by dx of x എന്താവും 1 ആവും equal to 0. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് തുറക്കണം, നമുക്ക് dy by dx ആണ് കിട്ടേണ്ടത്. അപ്പൊ അത് ഒന്നിച്ച് കിട്ടണമെങ്കിൽ അത് തുറക്കണം. സൈൻ 2y into dy by ഒന്നും ചെയ്യാൻ ഇതാണ് തുറക്കുമ്പോ മൈനസ് സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു വൈ ഇൻറ്റു 1. അപ്പൊ മൈനസ് ആവും വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0. നമുക്ക് എന്താ വേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എത്ര ടേം ഉണ്ടാ നോക്കേ. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ഒരു ടേം ഉണ്ട്, രണ്ടാമത്തെ ടേം കൂടി. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഓൾ ഇൻറ്റു സൈൻ ഓഫ് 2y മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ. ഈ ടേം നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. ആ ടേം റൈറ്റിൽ കൊണ്ടുപോകുമ്പോ y ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ, ഇവിടെ മൈനസ് ആണ് ഉണ്ടായിരുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ 0 പ്ലസ് ആവും, അതാണ് പ്ലസ് വന്നത്.
ഇതിന്ന് what is dy by dx? Therefore dy by dx equal to y into sin of xy or divided by sin 2y minus x into sin of xy. അപ്പൊ തന്ന എക്സ്പ്രഷൻ ലെങ്തി ആവുന്നതിനനുസരിച്ചിട്ട് ആൻസറും സ്റ്റെപ്പും ഒക്കെ കൂടുതൽ ഉണ്ടാവും. നമുക്ക് രണ്ട് പ്രോബ്ലം കൂടി ഉണ്ട്. 12 sin square x plus cos square y is equal to 1. dy by dx ആണ് വേണ്ടത്. Differentiating with respect to x, d by dx of sin square x plus d by dx of cos square y. Right hand side d by dx of equal to d by dx of ആരാണുള്ളത് 1. 1ന്റെ ഡെറിവേറ്റീവ് പറയൂ. that is sin square x നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം സ്ക്വയറിനെ ചെയ്യണം. സ്ക്വയറിൻ്റെത് 2 into sin x. അപ്പൊ സ്ക്വയറിൻ്റെതായി. ഇനി ആരുടേതാ? ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് ഇവിടെ d by dx of cos square y. സ്ക്വയറിന് ആദ്യം ചെയ്യുമ്പോൾ 2 cos y ഇൻറ്റു cos y നെ ചെയ്യുമ്പോൾ മൈനസ് sin y ഇൻറ്റു dy by dx. അതെന്താ ഒരു ഇൻറ്റു dy by dx? ബിക്കോസ് ഹിയർ ദ ഡിഫറൻഷിയേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു x. ഇവിടെ y ലാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, പക്ഷെ ഡിഫറൻഷിയേഷൻ x കൊണ്ടാണ്. അതെന്താ ഇവിടെ ഇല്ലാത്ത? ഇവിടെ x കൊണ്ട് തന്നെയാണ് ഡിഫറൻഷിയേഷൻ. അതുകൊണ്ട് സ്ക്വയറിന്റെ 2 sin x ഇൻറ്റു cos x, പിന്നെ x ന് x കൊണ്ട് ചെയ്യുമ്പോൾ 1 ആണ്. അതാണ് ഇൻറ്റു ഇല്ലാത്തത്. ഇവിടെ dy by dx ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. ഇത് 1ന്റെ ഡെറിവേറ്റീവ് 0. ലൈക്ക് 2 sin x cos x sin of 2x. ഈ മൈനസ് തൊട്ട് വന്ന് പ്ലസിനെ മൈനസ് ആക്കും. ഇത് വായിക്ക് 2 sin y cos y. അത് sin of 2y into dy by dx is equal to 0. അപ്പൊ നമുക്ക് dy by dx കിട്ടണം. അപ്പൊ ഈ മൈനസ് ടേം അങ്ങോട്ട് ഇട്ടാല് that is sin 2x ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയാൽ ഈക്വൽ ടു പ്ലസ് ആവും. ഇതങ്ങോട്ട് പ്ലസ് ആവും. sin 2y into dy by dx. Therefore ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ നിന്നും dy by dx is equal to sin of 2x divided by sin of 2y. ഒന്നും ചെയ്യാനില്ല, അവിടെ വെച്ചാൽ മതി. അതിൽ ലാസ്റ്റ് പ്രോബ്ലം 12ാമത്തത് x square by a square minus y square by b square equal to 1. 13ാമത് x square by a square minus നമുക്ക് dy by dx ആണ് വേണ്ടത്. ഡിഫറൻഷിയേറ്റിംഗ് with respect to x, d by dx of first term x square by a square minus d by dx of y square by b square is equal to d by dx of 1. ഇതില് ഞാൻ പറഞ്ഞു എക്സും വൈയും ആണ് വേരിയബിൾ, എയും ബിയും അഥവാ എ സ്ക്വയർ ബി സ്ക്വയർ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇനി ഇവിടെ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണോ വേണ്ടേ? കാരണം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഉണ്ടല്ലോ. അപ്പൊ കോഷ്യൻ റൂളിന്റെ ആവശ്യമുണ്ടോ? കോഷ്യൻ റൂളിന്റെ ആവശ്യമില്ല. കാരണം ഈ എ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം ഇൻഡുള്ളത്. അപ്പൊ 1/a² ഇൻഡുള്ളത് പുറത്തെടുത്തിട്ട് എന്ത് മതി? എപ്പോഴാ കോഷ്യൻ റൂളിന് ആവശ്യം ഉണ്ടാവുക? താഴെയുള്ളത് കൂടി വേരിയബിൾ ആണെങ്കിൽ നിർബന്ധമായിട്ട് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇത് ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള കാരണം a² ഒരു കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഇവിടെ 1/b² ഇൻറ്റു d by dx of y² ഉണ്ടാവും. 1 is a constant and derivative 0. That is 1/a² into x² നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x minus 1/b² into y² നെ x കൊണ്ട് ചെയ്താൽ 2y പോരാ 2y into dy by dx equal to 0. ഇവിടെ ഒരു 2 ഇൻറ്റു ഉണ്ട് ഈ ടേമില്, ഇവിടെ ഒരു 2 ഇൻറ്റു ഉണ്ട്, ഇവിടെ 0 ആണ്. അപ്പൊ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 ക്യാൻസൽ ആവും, ഈ 2 ക്യാൻസൽ ആവും. 0/2 0 തന്നെ വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ x by a² minus y by b² into dy by dx is equal to 0. അപ്പൊ x by a² is equal to, that is x by a² is equal to, അങ്ങോട്ട് പോയാൽ y by b² into dy by dx. Therefore dy by dx is equal to
x by a square divided by y by b square. That's equal to ഈ b square ഇനി മേലെ വരും. That's equal to last answer b square x divided by a square y. കംപ്ലീറ്റ് ആയി. അപ്പൊ ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് എഴുതി പഠിക്കുക. 2-3 ഞാൻ ഹോംവർക്ക് തന്നിരുന്നു, അത് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.